തിരുവനന്തപുരം മൃഗശാലയിൽ എത്തിച്ച കടുവയെ വയനാട്ടിൽ നിന്നും ഇവിടെ തിരുവനന്തപുരത്ത് എത്തിച്ച കൂട്ടത്തിലുള്ള റേഞ്ച് ഓഫീസർ നമുക്കൊപ്പം ചേരുകയാണ്. രാജീവ് കുമാർ സാറാണ് നമുക്കൊപ്പം ചേരുന്നത്. സാർ, എങ്ങനെയാണ് ഈ കടുവയെ നമ്മൾ പിടിക്കുന്നത്? ആ കഥയൊന്നാണ് എല്ലാവർക്കും കേൾക്കേണ്ടത്. ഈ കഴിഞ്ഞ ജനുവരി മാസം 7-ാം തീയതിയാണ് അമരക്കുനി എന്ന് പറഞ്ഞ ഭാഗത്ത് ഒരു തോമസ് എന്ന് പറഞ്ഞ ആളുടെ വീട്ടിലുള്ള ആടിനെ കടുവ ആദ്യമായി പിടിക്കുന്നത്. അപ്പോൾ ആ വിവരങ്ങൾ അറിഞ്ഞ ആ സമയത്ത് തന്നെ നമ്മൾ ആ ഭാഗത്ത് എത്തുകയും കടുവയെ നിരീക്ഷിച്ച് വരികയായിരുന്നു. പക്ഷേ കടുവയെ ആ ദിവസങ്ങളിലൊന്നും കണ്ടില്ല. പക്ഷേ പിറ്റേ ദിവസവും അതിനടുത്ത് തൊട്ടടുത്തുള്ളൊരു വീട്ടിലുള്ള ഒരു രതികുമാറിൻ്റെ ആടിനെ കടുവ പിടികൂടുകയുണ്ടായത്. അതിനെ തുടർന്ന് നമ്മൾ ക്യാമറ സ്ഥാപിക്കുകയും കടുവയുടെ പിക്ചറുകൾ കിട്ടുകയും കൂട് സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ കടുവ തുടർച്ചയായി വീണ്ടും ആടുകളെ പിടിച്ചുകൊണ്ടേയിരുന്നു. തുടർച്ചയായി 5 ആടുകളെ പിടിച്ച് കടുവ ഭക്ഷണമാക്കിയതിന് ശേഷം പല കടുവകളെയും കടുവയ്ക്ക് ഭക്ഷണമാക്കാൻ സാധിച്ചിരുന്നില്ല. അതിനു മുമ്പേ തന്നെ നമ്മൾ കണ്ടെത്തുകയും കൂടുകൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീടാണ് നമുക്ക് മനസ്സിലായത് സാധാ കൂടുകളിൽ കയറാൻ ഈ കടുവ എന്തോ വിമുഖത കാണിക്കുന്നുണ്ടെന്ന്. അതിനുശേഷമാണ് നമ്മൾ ഈ കൂടിനെ ഒരു ആടിൻ്റെ കൂടിൻ്റെ രൂപത്തിലേക്ക് മാറ്റിയത്. ആ രൂപത്തിലേക്ക് മാറ്റി കൂട് സ്ഥാപിച്ച് 16-ാം തീയതി രാത്രി കടുവ കൂട്ടിലകപ്പെടുകയായിരുന്നു. കടുവയ്ക്ക് കൈകൾക്ക് രണ്ടിനും കടുവകൾ തമ്മിലുള്ള അറ്റാക്കിലായിരിക്കാം ചെറിയ പരിക്കുകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കടുവ സ്ഥിരമായി ആടുകളെ മാത്രം പിടികൂടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പം 7-ാം തീയതി തുടങ്ങി 16-ാം തീയതി വരെ 10 ദിവസം ആ പ്രദേശവാസികൾ ഒരു ആശങ്കയിലായിരുന്നു. പക്ഷേ അവരുടെ സഹകരണം വളരെ കൂടുതൽ വനം വകുപ്പിന് ലഭിച്ചിരുന്നു. മേലധികാരികളിൽ നിന്നുള്ള പരിപൂർണ സഹകരണം ഉണ്ടായതുകൊണ്ട് 10 ദിവസത്തിന് ശേഷം നമുക്ക് ഈ കടുവയെ കൂട്ടിലേക്കപ്പെടുത്താൻ സാധിച്ചു. അപ്പം പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളൊരു യാത്ര എങ്ങനെയായിരുന്നു? അവിടെ പിടിച്ചതിന് ശേഷം കടുവയെ പിടിച്ചതിന് ശേഷം നമ്മുടെ അവിടെ കുപ്പാടി ഒരു ഹോസ്പേസ് ഉണ്ട്. അവിടെ കടുവയ്ക്ക് ചികിത്സ നൽകിയിരുന്നു. പക്ഷേ കടുവയ്ക്ക് കൂടുതൽ നല്ല ചികിത്സ നൽകണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് തിരുവനന്തപുരം മൃഗശാലയിലേക്ക് ഈ കടുവയെ മാറ്റാൻ തീരുമാനിച്ചത്. അതനുസരിച്ച് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ ഉത്തരവനുസരിച്ചാണ് കടുവയെ തിരുവനന്തപുരം മൃഗശാലയിലേക്ക് മാറ്റിയിരിക്കുന്നത്. അപ്പം ഇന്നലെ വൈകിട്ട് തുടങ്ങിയ യാത്രയായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു ഈ യാത്രയിലൊക്കെ? എങ്ങനെയായിരുന്നു കടുവയിൽ യാത്ര സമയത്തൊക്കെ കടുവയുടെ ഒരു പ്രതികരണമൊക്കെ? കടുവയെ നമ്മൾ ഈ കൊണ്ടുവരുമ്പോൾ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ നിർദ്ദേശമുണ്ടായിരുന്നു 4 സ്ഥലങ്ങളിൽ നിന്ന് വെറ്റിനറി ഡോക്ടർമാരെ കൊണ്ട് പരിശോധിപ്പിച്ച് ആരോഗ്യസ്ഥിതി ഉറപ്പുവരുത്തി വേണം കൊണ്ടുവരണമെന്ന്. അതനുസരിച്ച് താമരശ്ശേരിയിലും തൃശ്ശൂരിലും കോട്ടയത്തും പിന്നെ അവസാനം ഈ ചടയമംഗലത്തും വെച്ച് 4 വെറ്റിനറി ഡോക്ടർമാർ നമ്മുടെ ഫോറസ്റ്റ് വെറ്റിനറി ഡോക്ടർമാർ പരിശോധിച്ച് ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് കടുവയെ ഇന്ന് രാവിലെ 9 മണിയോടെ തിരുവനന്തപുരം മൃഗശാലയിൽ എത്തിച്ചിരിക്കുന്നത്. ഇപ്പം ഈ വണ്ടിയിൽ പോകുമ്പോൾ എന്തെങ്കിലും അസ്വാഭാവികത പ്രകടിപ്പിച്ചിരുന്നോ? അത് കൂട്ടിലായിരുന്നു മയക്ക് എന്തെങ്കിലും ചെയ്തിരുന്നു? എങ്ങനെയായിരുന്നു അത്? ഇല്ലല്ല, കടുവയെ സ്വാഭാവികമായി മയക്കമൊന്നും ചെയ്തിട്ടില്ല. സ്വാഭാവികമായി ഉള്ള രീതിയിൽ തന്നെയാണ് ഇവിടം വരെ എത്തിച്ചിട്ടുള്ളത്. കടുവ കൂട്ടിൽ ഇവിടം വരെയുള്ള യാത്രയിൽ അക്രമകാരിയായ സ്വഭാവമൊന്നും കാണിച്ചിരുന്നില്ല. എത്ര അംഗങ്ങളുണ്ടായിരുന്നു ആ ടീമിൻ്റെ അകത്ത് അവിടുന്ന് വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് 10 അംഗങ്ങൾ, ഡ്രൈവർമാരടക്കം 10 പേരുണ്ടായിരുന്നു. വനം വകുപ്പിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ അജേഷ് സാറിൻ്റെയും സംഘങ്ങളുണ്ടായിരുന്നു. എല്ലാവരും 10 പേര് കൂടിയാണ് ഇവിടെ കടുവയെ എത്തിച്ചിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.